പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മിത്രയെ കോരിയെടുത്ത് അവളുടെ ചെവിയിൽ മുതി ചിരിയോടെ ഡേവിഡ് പറഞ്ഞതും മിത്രയുടെ മുഖം ഒന്നുകൂടെ ചുവന്നു തൊടുത്തു. അത് മറക്കാനെന്ന വണ്ണം അവൾ അവന്റെ നെഞ്ചിൽ പല്ലുകളായെത്തി അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നതും ഡേവി അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി ഒന്ന് ഉയർന്ന് അവളുടെ അർദ്ധനഗ്നമേനിയുടെ സൗന്ദര്യം മിഴികളിലേക്ക് ആവാഹിച്ചതും മിത്രയുടെ മുഖം ചെന്താമര പോലെ ചുവന്നു തൊടുത്തു. ഡേവിയുടെ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികളടച്ചു. മിത്രയുടെ ഭാവം കടന്ന് ഡേവിഡ് സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്ത് അവിടുന്ന് വീണ്ടും ചുണ്ടുകൾ സഞ്ചാരപാത തീർത്തു. അവളുടെ മുഖമാകെ ചുണ്ടുകൾ ചേർത്ത് മൂക്കിൻ തുമ്പിലും മൂക്കുത്തിയിൽ അമർത്തി ചുംബിച്ച് വീണ്ടും അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു. 2 ആഴ്ചത്തെ കടം ബാക്കിയുണ്ട് വച്ചേ. അവളുടെ അതരങ്ങളിൽ ഒന്ന് മുത്തിവിട്ട് നിശ്വാസം കലർന്ന സ്വരത്തോടെ ഡേവിഡ് മിത്രയോട് പറഞ്ഞു. കടന്നും ബാക്കി വെക്കാൻ പാടില്ല. ഡേവിയുടെ മൂക്കിൻ തുമ്പിൽ കടിച്ചു കുറുമ്പോട് അവന്റെ കണ്ണിലേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ മിത്ര പറഞ്ഞതും ഡേവിഡ് അവളുടെ മുഖമാകെ വീണ്ടും കൊതിതീരാതെ ചുംബനങ്ങൾ കൊണ്ടും മൂടി അതരങ്ങൾ വായിലാക്കി. ഒട്ടും ധൃതി കാണിക്കാതെ ഡേവിഡ് പതിയെ അവളുടെ അതരങ്ങളെ മതിർന്നുകർന്നു കൊണ്ടേയിരുന്നു. എത്ര രുചിറ്റും മതിയാവാത്തതുപോലെ തോന്നിയവന് ഡേവിക്ക് വിധേയായി ഡേവിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നു. ചുംബനത്തിനിടയിൽ ഡേവിയുടെ കൈ വസന്തം തീർത്ത് ഒഴുകി നടന്നതും മിത്രയുടെ കണ്ണുകൾ ആലാസത്തിൽ കൂമ്പിയിടഞ്ഞു. പതിയെ ഡേവിയുടെ വിരലുകൾ അവളുടെ പോക്കിൽ ചുഴിയിലുള്ളിലേക്ക് കടന്നതും മിത്രയിൽ നിന്നും സിൽക്കാരം ഉയർന്നു. വീണ്ടും ഡേവിയുടെ കൈകൾ അവളിൽ ഒഴുകി നടന്നു. മിത്രയുടെ അതരങ്ങൾ മോചിപ്പിക്കാതെ അവളെ ചുംബിച്ചുണർത്തിക്കൊണ്ട് അവളിൽ ബാക്കിയുണ്ടായിരുന്ന വസ്ത്രങ്ങൾ കൂടി അടത്തി മാറ്റി അവളെ പൂർണ്ണ നഗ്നിയാക്കിയതും മിത്ര മിഴികൾ ഇറുകെ ചിമ്മി. അവളുടെ കവളുകൾ കൂടുതൽ ചുവന്നു തൊടുത്തു. അണിവേറിൽ ഡേവിയുടെ കരുത്തുറ്റ കൈകളുടെ ചൂടറിഞ്ഞതും മിത്രയൊന്ന് പിടഞ്ഞ് ഡേവിയുടെ പുറത്തുള്ള തന്റെ കൈ അയച്ചുകൊണ്ട് കൈകൊണ്ട് ഡേവിയുടെ കഴുത്തിൽ കോർത്തു പിടിച്ച് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അണിവേറിൽ നിന്നും ഡേവിയുടെ കൈകൾ വീണ്ടും താഴോട്ട് ഒഴുകിയിറങ്ങിയതും അവന്റെ കൈകളുടെയും വിരലുകളുടെയും ചൂടിലും കുസൃതിയിലും അവൾ ബെഡിൽ പെരുവിരൽ കുത്തി ഉയർന്നു പൊന്തി കൈകൾ അവന്റെ മുടിയിൽ മുറുക്കി പല്ലുകൾ അവനിലായെത്തി. ഡേവിഡ് നൽകുന്ന അനുഭൂതിയിൽ ദേഹമാസകലം പടരുന്ന തരിപ്പിൽ ഉതിർന്ന ശിക്കാരം തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. ശ്വാസം വിലങ്ങിയതും മനസ്സില്ലാ മനസ്സോടെ ഡേവിഡ് അവളുടെ അതരങ്ങളെ മോചിപ്പിച്ചു. മിത്രയുടെ താടിത്തുമ്പിൽ അമർത്തി മുത്തി അവളുടെ കഴുത്തിലേക്കിലായി മുഖം പൂഴ്ത്തി കിടന്നു. ഇച്ഛായ ഡേവിഡ് അവിടെ അമർത്തി ചുംബിച്ച് കടിച്ചു നുണഞ്ഞതും കുറുകിക്കൊണ്ട് മിത്ര ഡേവിഡിനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവളുടെ കഴുത്തിലാകെ ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു നുണഞ്ഞ് ഡേവിയുടെ മുഖം അവളുടെ മാറിലെത്തി നിന്നു. ഡേവിയുടെ മുഖം മാറിലമർന്നതും മിത്ര ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ഡേവിയെ കൂടുതൽ തന്നിലേക്ക് അമർത്തി പിടിച്ചു. അവളുടെ മാറിൽ അവന്റെ ചുണ്ടുകളും പല്ലുകളും ഒഴുകി നടന്നു. അവളുടെ മാരണം വലിച്ചു നുണയുമ്പോൾ കൈകൾ അവളുടെ മറുമാറിനെ ഞെരിച്ചുടച്ചു. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും കടിച്ചു പിടിച്ച് ചുണ്ടുകളെ തോൽപ്പിച്ചുകൊണ്ട് മിത്രയിൽ നിന്നും ശിൽക്കാരം ഉയർന്നിരുന്നു. ഡേവിയുടെ ഉമനീരിനാൽ അവളുടെ മാരടം നനഞ്ഞു. പല്ലുകൾ കൊണ്ടും കൈകളുടെ മുറുക്കം കൊണ്ടും അവിടെ ചുവന്നു തുടുത്തു. മാറിൽ നിന്നും ഡേവിയുടെ ചുണ്ടുകളുടെ അവളുടെ വയറിലാകെ ചുംബനങ്ങൾ വർഷിച്ചു. ഡേവിഡ് മിത്രയുടെ പൊക്കിൽ ചുഴിയിൽ നാവ് കടത്തി ചുഴറ്റി വലിച്ചതും ഡേവിയുടെ കഴുത്തിലും പുറത്തുമായി നഖങ്ങളായെത്തി പെരുവിരൽ കുത്തി മിത്ര ചെറു ശിൽക്കാരത്തോടൊന്ന് ഉയർന്നു പൊന്തിയതും ഡേവി അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ ബെഡിലേക്ക് തന്നെ അമർത്തി. ഒതുങ്ങിയ മിത്രയുടെ അണിവേരൽ ഡേവിയുടെ മുഖവും അവന്റെ താടിയും മീശയും അവളിൽ അമർന്നതും അവളൊന്ന് പിടിഞ്ഞ് ഡേവിയുടെ തല പിടിച്ച് അവന്റെ മുഖം തന്നിലേക്ക് അമർത്തി. ഡേവിയുടെ ചുണ്ടുകൾ താഴേക്ക് ഇറങ്ങും തോറും മിത്രയിൽ നിന്നും പിടച്ചിലും മുളലും മുതിർന്നു. ഡേവി തന്നിൽ തീർക്കുന്ന വിസ്മയത്തിൽ മിത്രയുടെ കണ്ണുകൾ മേൽപോട്ടും മറിഞ്ഞ് കൈകൾ ഡേവിയെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഡേവി ഒന്ന് ഉയർന്നു പോന്നി മിത്രയിലേക്ക് ആടുന്നതും ആദ്യത്തെ ചെറുനോവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ട് ഡേവി അവളിൽ നിന്നും മടന്നു മാറാൻ ഒരുങ്ങിയതും മിത്ര അതിനെ അനുവദിക്കാതെ അവനെ തന്നിലേക്ക് വലിച്ചു ചേർത്തു. പതിയെ അവന്റെ ചലനങ്ങൾക്കനുസരിച്ച് അവളുടെ വേദന മാറി അവളിൽ സുഖമുള്ള അനുഭൂതി നിറഞ്ഞു. അതിന്റെ ഫലമെന്ന വണ്ണം അവളിൽ നിന്നും ശിൽക്കാരവും കുറുകലും ചെറു ശബ്ദങ്ങളും ഉയർന്നു. അവര് ലഹരി പോലെ ഡേവിയുടെ സിരകളിൽ പറന്നതും അവനിൽ ആവേശവും ഉയർന്നു. ഒരഗ്നിനാളം പോലെ അവളിലേക്ക് പടർന്നു കയറി ദേഹങ്ങളിൽ നിന്നും പൊടിഞ്ഞ വിയർപ്പും ഒന്നായി ഒഴുകി. എത്രയായിട്ടും ഇരുവർക്കും മതിവരാത്തതുപോലെ വീണ്ടും വരിഞ്ഞു മുറുക്കി വന്യമായി തന്നെ കാമിച്ചും പ്രണയിച്ചും പരസ്പരം ചുംബിച്ചും താലൊലിച്ചും നേരം പുലരുപോലും വരിഞ്ഞു ചേർന്നു. ഒടുക്കം തളർന്നുകൊണ്ട് ഡേവിഡ് അവളിൽ നിന്നും അകന്നു മാറി. ആകെ ചുവന്നു തുടുത്തു വാടിയ താമര തണ്ട് പോലെ കിടക്കുന്ന മിത്രയെ എടുത്ത് തന്റെ നെഞ്ചിലേക്ക് കിടത്തിയവൻ. എന്റെ കൊച്ചു ക്ഷീണിച്ചോ? മിത്രയുടെ നെറ്റിയിലൂടെ ചാലിട്ടൊഴുകുന്ന വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റി അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന അവളുടെ മുഴകൾ മാടിയൊതുക്കി സിന്ദൂരം പടർന്നവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഡേവിഡ് ചോദിച്ചതും ചുവന്നു തുടുത്ത മുഖമൊഴുത്തി ഡേവിഡിനെ നോക്കി മിത്ര കണ്ണു ചിമ്മി ചിരിച്ചു. ദേവാ, അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഡേവിഡ് വിളിച്ചു.
രവിയുടെ മുഖത്തേക്ക് നോക്കാതെ അവനെ നെഞ്ചിൽ കവളി ചേർത്ത് വെച്ചുകൊണ്ട് മിത്ര മൂളി. എൻ്റെ കൊച്ചി ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. മിത്രയുടെ കവളിൽ തഴുകി ചിരിയോടെ ഡേവിഡ് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് ചുവന്നു. പിന്നെ നാണം മറക്കാനെന്ന വണ്ണം രവിയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവിടെ പല്ലുകളായത് രവിയെ ഇറുകെ പിടിച്ച് കണ്ണുകളടച്ച് കിടന്നു. ചിരിയോടെ അവളെ തിരികെ ചേർത്ത് രവിയും കിടന്നു. ദേവാ ദേവാ എണീക്ക്, ഒന്ന് പോയി ചായ. രവി തട്ടി പിടിച്ചിട്ടും മിത്ര അവൻ്റെ കൈ തട്ടി മാറ്റി ഒന്നും കൂടെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ചുരുണ്ടു. ഇനി ഇങ്ങനെ ഉറങ്ങാതെ കൊച്ചേ. രവി അവളിൽ നിന്ന് പുതപ്പ് പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്ത് ചായ, കുറച്ച് നേരം കൊണ്ട് ഒന്ന് ഉറങ്ങട്ടെ. ഡേവിഡ് പുതപ്പ് വലിച്ചു മാറ്റിയത് മുറക്കമുറഞ്ഞ ഈർഷ്യയിൽ മിത്ര ബെഡിൽ എണീറ്റിരുന്ന് രവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പറ്റത്തില്ല, ഇനിയും കിടക്കാതെ എണീക്ക് ദേവാ. ഡേവിഡ് ഗൗരവത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ ഇച്ചായൻ, നിങ്ങളുടെ മേൽ വല്ല അന്യന്റെ പ്രേതം വല്ലതും ഉണ്ടോ? ഇച്ചായൻ ഉറക്കമൊന്നുമില്ലെന്ന് കരുതി എനിക്ക് ഉറക്കം വരുന്നു. നിങ്ങൾ ഇന്നലെ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ലല്ലോ. മിത്ര കയറുവോടെ രവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്ക്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ദേവാ. മിത്രയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞതും മിത്രയൊന്ന് പരങ്ങി. പിന്നെ ഡെബിയെ നോക്കി വെളുക്കനെ പല്ലടിച്ച് കാണിച്ചു. നിന്ന് ഇളിക്കാതെ എല്ലാവരും എണീക്കുമ്പോൾ പോയി കുളിക്കു വച്ചേ, അല്ലെങ്കിൽ നീ ഈ കോലത്തിൽ എങ്ങനെ അവളുടെ മുന്നിലേക്ക് വരിക? ഡേവിഡ് പറഞ്ഞപ്പോഴാണ് മിത്രക്ക് ബോധം വന്നത്. അപ്പോഴേക്കും അവളുടെ ബാക്കിയിറക്കൊക്കെ എങ്ങോട്ട് ഓടിപ്പോയിരുന്നു. തലചൊറിഞ്ഞ് മിത്ര സ്വയം ഒന്ന് നോക്കി. ഡ്രസ്സൊക്കെ ദേഹത്തുണ്ട്. ഡെബിയുടെ പണിയൊക്കെ തനിക്ക് ഡ്രസ്സിട്ട് തന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അഴിഞ്ഞു വീണ മുടി വാരിക്കെട്ടി മുഖം അമർത്തി തുടച്ച് ബെഡിൽ നിന്ന് എണീറ്റ് അലമാരയിൽ നിന്ന് മാറ്റി കൊടുക്കാനുള്ള ടോപ്പും പാലാസയും ഇന്നേസും കൂടെ അലക്കാനുള്ള തുണികളും എടുത്ത് മിത്ര ഡെവിയുടെ കൂടെ പുറത്തേക്ക് നടന്നു. 6 മണിയായിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും എണീറ്റില്ലായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഡെവി ഇപ്പം അവരെ രാവിലെ എണീപ്പിച്ച് പഠിക്കാനൊന്നും ഇരുത്താറില്ല. അലക്കാനുള്ളതെല്ലാം വെള്ളത്തിലിട്ട് മിത്ര ഡെവിയെ കൂർപ്പിച്ച് നോക്കി കുളിമുറിയിലേക്ക് കയറിപ്പോയതും ഡെവി കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കോരി അവിടെ തന്നെ കുളിച്ചു മാറ്റി തലയും തൂർത്തി അടുക്കളയിലേക്ക് കയറിപ്പോയി. മിത്ര കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഡേവിഡ് കുളിച്ചു കഴിഞ്ഞ് പോയിരുന്നു. മിത്ര അലക്കാൻ എടുത്തു വെച്ച് അവരുടെ എല്ലാം തുണികൾ എടുത്തു കൊണ്ടുവന്ന് വേഗം തന്നെ അലക്കി വിരിച്ചു. മുടിയിലെ തോർത്തടിച്ച് അയലിൽ വിരിച്ചുണങ്ങിയ തോർത്തും എടുത്ത് മുടി നന്നായി തോർത്തി ചുറ്റി വെച്ച് മിത്ര ഉള്ളിലേക്ക് കയറി. അടുക്കളയിൽ അടുപ്പിനരികിൽ നിന്നും ദോശ ചുടുന്ന രവിയെ കണ്ടതും മിത്ര ചിരിയോട് അവൻക്കരികിലേക്ക് നടന്ന് രവിയെ പിന്നിലൂടെ പുറന്ന് രവിയുടെ പുറത്ത് കവൾ വെച്ച് നിന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ സൺഡേ ട്യൂഷൻ ക്ലാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡേവിഡിന് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. ആ ഫ്ലാസ്കിൽ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ദേവാ, എടുത്ത് കുടിച്ചോ. തിരിഞ്ഞു നോക്കാതെ തൻ്റെ ജോലി തുടർന്നുകൊണ്ട് ഡേവിഡ് അവളോടായി പറഞ്ഞു. എനിക്ക് വേണ്ട ചായ, ഞാൻ ചെയ്തോളാം ഇതെല്ലാം. ഡെവി അടുത്ത ദോശക്കുള്ള മാവ് ഒഴിക്കുന്നത് കണ്ട് മിത്ര അവനോടായി പറഞ്ഞു. വേണ്ട, ഞാൻ ചെയ്തോളാം കൊച്ചേ. ഡെവി പറഞ്ഞത് കേട്ട് മിത്രയൊന്ന് മൂടിക്കൊണ്ട് അവൻ്റെ മുതുകിൽ കവിൾ ചേർത്ത് ഡെവിയെ ചുറ്റിപ്പിടിച്ച് നിന്നു. കൊച്ചേ, മാറി നിൽക്ക്, ആരിൽ എണീറ്റ് വരും. കുറച്ച് കഴിഞ്ഞിട്ട് മിത്ര മാറി നിൽക്കാത്തത് കണ്ട് ഡെവി അവളോടായി പറഞ്ഞു. ഇല്ല, വന്നാലെന്താ? നമ്മളെങ്ങനെ കണ്ട അവരെന്ത് കരുതും? മിത്ര പറഞ്ഞിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. ആരിപ്പോൾ വരാൻ പോകുന്നില്ല, ഇനിയിപ്പോൾ കണ്ടാലെന്താ? വേറെ ആരെയല്ലല്ലോ, ഞാൻ ഇച്ചായനല്ലേ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഡെവിയുടെ പുറത്ത് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് മിത്ര പറഞ്ഞതും അവളോട് ഇനി പറഞ്ഞാൽ അവളുടെ വാശി കൂടി ചിലപ്പോൾ എന്നും മുഴുവൻ ഇങ്ങനെ നിൽക്കുന്ന അറിയാവുന്നത് കൊണ്ട് ഡെവി പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ മിത്രക്ക് അടങ്ങാണ്ട് ഡെവിയെ നോക്കി. താനിങ്ങനെ ഇറുകപ്പുറന്ന് നിന്നിട്ടും അവനിലൊരു മാറ്റില്ലെന്ന് കണ്ടതും മിത്രയുടെ ചുണ്ടുകൾ കൂർത്തു. മിത്ര ഡെവിയിൽ നിന്നും അകന്നുമാരെടുപ്പിൽ കൈകൾ കുത്തി അവനെ നോക്കി നിന്നു. ഇച്ചായ! മിത്രയുടെ വിളി കേട്ടതും ഡേവിഡ് തിരിഞ്ഞവളെ നോക്കി. ശരിക്കും നിങ്ങളുടെ മേൽ പോലെ അന്യൻ്റെ പ്രേതമുണ്ടോ? ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ അണ്ടർമാൻ്റെ കാകം കഴിയുന്നേ? എടുപ്പിൽ കൈകുത്തി കണ്ണു കൂർപ്പിച്ച് കറുവോടെ പറയുന്നവളെ കണ്ട് ഡെവിയുടെ ചുണ്ടുകളിൽ ചെറുചിരി വിരിഞ്ഞു. എൻ്റെ കൊച്ചേ, റൊമാൻസ് കാവം അത് നമ്മൾ മാത്രമുള്ളപ്പോൾ മതി, അല്ലാതെ ഇതുപോലെ എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെച്ചല്ല. ഇങ്ങനെ ആരെപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് സെൽഫ് കൺട്രോൾ വേണം എൻ്റെ കൊച്ചേ. മിത്രയുടെ വീർപ്പിച്ചു വെച്ച കവളിൽ നുള്ളിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞ് പാകമായ ദോശ ചട്ടകം കൊണ്ട് കോരിയെടുത്ത് കാസ്ട്രോളിലേക്ക് ഇട്ട് അടുത്ത ദോശക്കുള്ള മാവ് ഒഴിച്ചതും മിത്ര ഡെവിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുന്നിൽ കയറി നിന്നു. എന്താ ദേവാ? അവളെ സംശയത്തിൽ നോക്കി ചോദിച്ചതും മിത്ര നിമിഷ നേരം കൊണ്ട് തന്നെ അവനിട്ടിരിക്കുന്ന ഇന്നർ ബനിയൻ്റെ ഉള്ളിലൂടെ നൂണ്ട് കയറി അതിൻ്റെ കഴുത്തിലൂടെ പുറത്തേക്ക് കഴുത്തിട്ടു. നിങ്ങളിങ്ങനെ നടുന്നുള്ള ഡയലോഗ് അടിച്ചാലൊന്നും ഞാൻ പിന്മാറത്തില്ല ചായ.
തന്നെ കൂർപ്പിച്ച് നോക്കുന്ന ഡെബിയോട് കൂടുതൽ ചേർന്ന് നിന്ന് അവന്റെ വായിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞൊന്നുയർന്ന് മിത്ര ഡെബിയുടെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് അവനോട് ഒട്ടി നിന്നതും അവളുടെ മാരണങ്ങൾ അവന്റെ നെഞ്ചിൽ അമർന്നു നിന്നു. ദേവ വേണ്ടട്ടോ. അവളുടെ കണ്ണിലെ കുസൃതി കണ്ടെന്ന് ദേവിയുടെ പതർച്ചയോട് അവളിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്ത് വേണ്ടെന്ന് വെച്ചായ? ഒരു കൈയെടുത്ത് ഡേവിയുടെ കവളിൽ തലോടിക്കൊണ്ട് കുറുമ്പോടെ മിത്ര ചോദിച്ചു. ഡേവിഡ് എന്തോ പറയാൻ തുടങ്ങും മുമ്പായി മിത്ര പെരുവിരിൽ കുത്തിയുയർന്ന് പൊങ്ങി തന്റെ കൈകൾ കൊണ്ട് ഡെവിയുടെ കവളിൽ പിടിച്ച് അവന്റെ അധരങ്ങൾ കടിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങിയതും ഡെവിയുടെ കണ്ണുകൾ ആദ്യമൊന്ന് വിടർന്ന് കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. മിത്ര ഡെവിയുടെ കവളിൽ അമർത്തിപ്പിടിച്ച് ആവേശത്തോടെ അവന്റെ ഇരു ചുണ്ടുകളും കടിച്ചു വലിച്ച് നുണഞ്ഞുകൊണ്ടേയിരുന്നതും ഡെവിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു.